നമസ്കാരം. മേളം രണ്ട് സമ്പ്രദായമാണ്. പഞ്ചാരി മേളം സമ്പ്രദായത്തിൽ പഞ്ചാരി, ചെമ്പ, ചെമ്പട, അടന്ത, അഞ്ചടന്ത, ധ്രുവം, അങ്ങനെ നിരവധി മേളങ്ങളുണ്ട്. ആ മേളങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് താളത്തിലുള്ള വ്യത്യാസമാണ്. കൊട്ടുന്ന ഉപകരണങ്ങൾ ചെണ്ടയും വലന്തലയും കൊമ്പും കൊള്ളും എലത്താളം തന്നെയാണ് എല്ലാ മേളങ്ങൾക്കും ഉപയോഗിക്കുന്നത്. പഞ്ചാരി മേളം പഞ്ചാരി താളത്തിൽ കൊട്ടുന്നു, 5 കാലമായി കൊട്ടുന്നു. അതാണ് മേളങ്ങളിൽ ഏറ്റവും ലയപ്രധാനമുള്ള മേളം എന്ന് ആസ്വാദകർ പറയാറുണ്ട്. എല്ലാ മേളങ്ങളും ലയമുള്ളത് തന്നെയാണ്. ലയിച്ച് കൊട്ടുക, ലയിച്ച് അത് എല്ലാവരും ചേർന്ന് നന്നായിട്ട് അവതരിപ്പിച്ചാൽ ഇതിൻ്റെ ശബ്ദസുഖം അതുതന്നെയാണ് ലയം. എങ്കിലും പഞ്ചാരി കുറച്ചും കൂടി ലളിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ലളിതമാണ്. അപ്പോൾ ആസ്വാദകർക്ക് കൂടുതൽ ആസ്വദിക്കാൻ, അതുപോലെ തന്നെ കൂടുതൽ ക്ഷേത്ര സങ്കേതങ്ങളിൽ കേട്ടുപരിചയമുള്ള മേളം പഞ്ചാരി മേളമായിരിക്കും. പഞ്ചാരി മേള 5 കാലമായിട്ടാണ് അവതരിപ്പിക്കുക. സാധാരണ 96 അക്ഷരകാലത്തിൽ തുടങ്ങി പതികാലം, അത് ആദ്യകാലം, 1-ാം കാലം എന്ന് പറയും. അതിൻ്റെ നേർപകുതി 48 അക്ഷരകാലത്തിലുള്ള 2-ാം കാലം, 24 അക്ഷരകാലത്തിൽ 3-ാം കാലം, 12 അക്ഷരകാലത്തിൽ 4-ാം കാലം, 6 അക്ഷരകാലത്തിൽ 5-ാം കാലം, അങ്ങനെ 5 കാലമായിട്ടാണ് ഈ പഞ്ചാരി മേളം കൊട്ടുന്നത്. അപ്പോൾ താളം പിടിക്കുന്നതിലെ വ്യത്യാസം കൊണ്ടാണ്, അതിൻ്റെ കണക്കുകൾ കൊണ്ടാണ് ഇതിനെ കാലഭേദങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. 96 അക്ഷരകാലത്തിലുള്ള പതികാലം പഞ്ചാരിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ 96-നെ തന്നെ ഈ 8-ൻ്റെ ഗുണിതങ്ങളായിട്ട് ചെമ്പട താളം, 8 അക്ഷരകാലമുള്ള ചെമ്പട താളത്തിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അത് ആദ്യ ഭാഗം 32 അക്ഷരകാലമുള്ള ഒരു ഖണ്ഡവും പിന്നെ 16 16 16 16 വീതമുള്ള 4 ഖണ്ഡങ്ങളും. അപ്പം 32ഉം 64, 16 × 4 64 പ്ലസ് 32, അങ്ങനെ 96 അക്ഷരകാലം അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഈ 32-ൽ 4 ചെമ്പടയാണ്, എണ്ണാല് 32. ഈ 16 അക്ഷരകാലം എന്ന് പറയുന്നത് 2 ചെമ്പടയാണ്, 8 2 പ്രാവശ്യം. അതാണ് ഈ 16 അക്ഷരകാലങ്ങളിൽ വരുമ്പോൾ അവിടെ പറയാം. അപ്പോൾ മൊത്തം 12 ചെമ്പടവട്ടം. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ചെമ്പട താളത്തിലാണ് പഞ്ചാരി മേളം പതികാലം മുഴുവൻ കൊട്ടുന്നത്. ചെമ്പട താളത്തിലാണ്. അതിൻ്റെ കണക്ക് കൊണ്ട് അത് പഞ്ചാരി താളമാണ്. 16 6 96 അതാണ് പഞ്ചാരിയുടെ എക്സ്പാൻഡഡ് താളം. അത് പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ 12 × 8 എന്നുള്ള തരത്തിലാണ് മേളം കൊട്ടുന്നത്. ഇത് ചെമ്പടയിൽ മുഴുവൻ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് കേൾക്കാൻ വളരെ ലയപ്രധാനമാണ്. ആസ്വദിച്ച് ലയിച്ച് കേൾക്കാൻ പറ്റിയ പതികാലം, വിളംബകാലത്തിലുള്ള പതികാലം ആണ് പഞ്ചാരി മേളത്തിൻ്റെ ഏറ്റവും ആകർഷണം. പതികാലത്തിൽ 15 കാലത്ത് തുടങ്ങിയാൽ കുറുങ്കുഴൽ, ചെണ്ടയിൽ ഇടന്തലി കൊട്ടുന്നതിന് അനുസരിച്ച് വലന്തലയിൽ താളം പിടിക്കുകയും കാലമിടൽ കഴിയുമ്പോൾ ഇതിന് അനുസൃതമായ ഇലത്താളവും കുഴലും കൊമ്പും ചേരുമ്പോഴാണ് മേളാവുന്നത്. 15 കാലത്തിൽ കുറുങ്കുഴലിൻ്റെ സംഗീതം മേളത്തെ സംബന്ധിച്ച് വളരെയധികം ആസ്വാദനം നൽകുന്നതാണ്. മേളത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ കുറുങ്കുഴലിൻ്റെ ആ സംഗീതപരമായ പ്രവർത്തനം കൊണ്ടാണ് മേളത്തിൽ സാധിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ 16 അക്ഷരകാലത്തിലുള്ള താളവട്ടങ്ങളായി ഇതിനെ നമ്മൾ മേളത്തിൽ കാണുമ്പോൾ ഈ 96 അക്ഷരകാലത്തിൽ ഒരു താളവട്ടം കഴിഞ്ഞാൽ രണ്ടാമത്തെ താളവട്ടം വരുമ്പോൾ 32 അക്ഷരകാലം കഴിയുന്ന സ്ഥലത്ത്
ഈ 16 അക്ഷരകാലം വീതം തുടങ്ങുന്നിടത്ത് കുഴൽ ചിറ്റുകയും ആ 16 അക്ഷരകാലങ്ങളുള്ളത് പ്രത്യേക രീതിയിൽ കുഴലൂതുമ്പോൾ അവിടെ ഒരു കലാശഘട്ടം എടുക്കാൻ ഉള്ള സമയമാണെന്നുള്ളൊരു സൂചന കുറുങ്കുഴൽക്കാർ നൽകുകയാണ്. അത് ആദ്യത്തെയും രണ്ടാമത്തെയും 16 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ 4ാമത്തെ 16 ഘട്ടത്തിലാണ് ഇടക്കലാശം എന്ന കലാശം എടുക്കുന്നത്. ആ കലാശത്തോടു കൂടി ഒരു ഇടക്കലാശ ഘട്ടം തീരാണ്. അങ്ങനെ 3-4 ഇടക്കലാശങ്ങൾ വിളംബകാലത്ത് കഴിയുമ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം പഞ്ചാരിയുടെ പതികാലം ഇത്രയായാൽ തന്നെ 1 മണിക്കൂറാകും. അത് കഴിഞ്ഞാൽ തക്കിട്ട ഘട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടമാണ്. ഇതേ താളത്തിൽ തന്നെ കാലം കുറച്ചും കൂടിയും കയറിക്കൊണ്ട് ആദ്യത്തെ ഘട്ടത്തിനെ നില എന്ന് പറയും, രണ്ടാമത്തെ ഘട്ടത്തിന് തക്കിട്ട ഘട്ടത്തിലേക്ക് മേളം കടക്കും. കുറച്ചും കൂടി കാലം വിളംബത്തിൽ നിന്നും കുറച്ച് ദ്രുതഗതിയിലേക്ക് മാറും. അതിൽ തക്കിട്ടയിലും ഇതുപോലെ തന്നെ 2-4 കലാശങ്ങൾ കഴിഞ്ഞാൽ കുഴമറിഞ്ഞ ഘട്ടത്തിലേക്ക് കടക്കും. അവിടെയും കാലം അതിനനുസൃതമായി ദ്രുതഗതിയിലേക്ക് നീങ്ങും. കുഴമറിഞ്ഞ ഘട്ടത്തിൽ ഈ ചെമ്പടവട്ടങ്ങളെ കൊട്ടുന്ന രീതിയിൽ തക്കിട്ട മറച്ചു കൊട്ടുന്ന സമ്പ്രദായത്തിലേക്ക് ആയിട്ട് കുഴമറിഞ്ഞ ഘട്ടം. അതുകൊണ്ട് കുഴമറിഞ്ഞ കാലം എന്നാണ് പറയുക. അത് വാദ്യക്കാരുടെ ഇടയിലുള്ള സംസാര ഭാഷയാണ്. കൈ മറച്ച് തക്കിട്ട മറിച്ച് കൂട്ടുന്നതിനെ കുഴമറിഞ്ഞ ഘട്ടം എന്ന് പറയുക. അപ്പോൾ ആ 3ാമത്തെ ഘട്ടത്തോടു കൂടി പതികാലം അവിടെ തീരും. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ സമയം അതുണ്ടായാൽ നല്ലൊരു പതികാലം കേൾക്കാൻ സാധിക്കും. പതികാലത്തിന് ശേഷം 2ാം കാലം ആയാൽ വീണ്ടും ഇത് 48 അക്ഷരകാലത്തിൽ മേളം ചുരുങ്ങുന്നു. ആദ്യം വിഭജിച്ചതിൻ്റെ പകുതിക്കെല്ലാം 32 ഉണ്ടായിരുന്ന ഖണ്ഡം 16 ചുരുങ്ങും. 16 വീതമുള്ള ഖണ്ഡങ്ങൾ 8 മാറും. കൊട്ടുന്നത് മേളം കൊട്ടുന്ന രീതിയൊക്കെ പതികാലത്തിൽ കൊട്ടുന്നത് പോലെ തന്നെ താളം പിടിക്കുന്ന സമ്പ്രദായത്തിൽ എണ്ണം കുറഞ്ഞതിന് അനുസൃതമായി എണ്ണം കുറച്ചുകൊണ്ട് താളം പിടിക്കും. ഇതാണ് 2ാം കാലത്തിലെ വ്യത്യാസം. 2ാം കാലത്തിലുള്ള വേറൊരു വ്യത്യാസം എന്താ വെച്ചാൽ തുടക്കത്തിൽ 2 ഉരുളുകോൽ കെട്ടുണ്ട്. വിളംബകാലത്തിൽ കൊട്ടുമ്പോൾ ഇടക്കലാശം വരുന്ന ഘട്ടത്തിൽ ഉരുളുകോലായിട്ട് മേളം കൊട്ടുന്നവർ ഇരട്ടിക്കാലത്തിൽ ഉരുളുകോൽ കൊട്ടിക്കൊണ്ട് കലാശം എടുക്കും. അത് 2ാം കാലത്തിൽ 2 ഉരുളുകോൽ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ പതികാലത്തിലെ പോലെ തക്കിട്ട ഘട്ടത്തിൽ കൊട്ടുന്ന പോലെ തന്നെ തക്കിട്ട കൊട്ടി ഇടക്കലാശങ്ങളും കുഴമറിഞ്ഞ കാലം കഴിഞ്ഞ് 3ാം കാലത്തിലേക്ക് കിടക്കും. 3ാം കാലം ആവുമ്പോൾ 2ാം കാലത്തിൻ്റെ പകുതി തന്നെയാണ് വരുന്നത്. ഖണ്ഡവിഭജനം അവിടെ ആദ്യം 5 ഖണ്ഡമുണ്ടായിരുന്നത് ഈ 3ാം കാലത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 32 അക്ഷരം 16 ആയത് 3ാം കാലത്തിൽ വരുമ്പോൾ 8 അക്ഷരമായിട്ട് ചുരുങ്ങും. 4 ഭാഗമായിട്ട് 16 വീതം ഉണ്ടായിരുന്നത് 2ാം കാലത്തിൽ 8 ആയിരുന്നു. അത് 3ാം കാലത്തിൽ വരുമ്പോൾ 4 പിന്നത്തെ 4 ചേർത്ത് 8 അങ്ങനെ. അപ്പോൾ ഒരു ഖണ്ഡത്തിൻ്റെ എണ്ണവും ഒന്ന് കുറഞ്ഞു. 8, 4, 4, 8 4 ഖണ്ഡമായിട്ട് അത് മാറുകയാണ് 3ാം കാലത്തിൽ. ഈ 3ാം കാലം 2ാം കാലം പോലെ തന്നെയാണ്. മേളം കൊട്ടുന്ന ആൾക്ക് കൊട്ടിൽ യാതൊരു വ്യത്യാസവും ഇല്ല. താളം പിടിക്കുന്ന ആൾക്കാണ് താളത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അത് 8ഉം 4ഉം 4ഉം 8ഉമായിട്ട് 24 അക്ഷരകാലത്തിൽ പിടിക്കുന്നു. അത് തക്കിട്ട കാലം, കുഴമറിഞ്ഞ കാലം, ഇടക്കലാശങ്ങൾ, നിയമം അതുപോലെ തന്നെ. ഉരുളുകോലിൻ്റെ എണ്ണം 3ആയിട്ട് 3ാം കാലത്തിൽ വരും. 4ാം കാലത്തിൽ എത്തുമ്പോൾ മേളം നേരെ 24 എന്നുള്ളത് 12 അക്ഷരകാലത്തിലേക്ക് എത്തും. അവിടെ ഖണ്ഡവിഭജനം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2, 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി 4 ഖണ്ഡമായിട്ട് തന്നെയാണ് 4ാം കാലത്തിൽ കാണുക. 1, 2, 3, 4, 1, 2, 1, 2, 1, 2, 3, 4 അങ്ങനെയാണ് താളം പിടിക്കുക 4ാം കാലത്തിൽ. അങ്ങനെ 4 ഖണ്ഡമായി. ആ അതിലും ഉരുളുകോലും 4 ഉരുളുകോലായിട്ട് കൊട്ടും. ഇടക്കലാശങ്ങളും കുഴമറിഞ്ഞ കൊട്ടുന്ന രീതിയും
മൂന്നാം കാലത്തിലെ പോലെ തന്നെയാണ് എങ്കിലും വ്യത്യാസം, കേൾവിക്ക് വ്യത്യാസം വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പതികാലത്തിലും രണ്ടാം കാലത്തിലും മൂന്നാം കാലത്തിലും എട്ടിൻ്റെ ഗുണിതങ്ങൾ പൂർണ്ണമായി വിഭജിക്കാൻ പറ്റുന്നത് കൊണ്ട് ചെമ്പടവട്ടങ്ങൾ കുഴമറിഞ്ഞ് കൊട്ടുന്നത് ഒരേ രീതിയിൽ കൊട്ടിയാൽ കേൾക്കാൻ സാധിച്ചിരുന്നു. നാലാം കാലത്തിൽ വരുമ്പോൾ 12 അക്ഷരകാലേ ഉള്ളൂ. 8 × 8 12ആയി. 8 ആകുമ്പോൾ 16 ആവും. അപ്പോൾ 16 ഇവിടെ 12 ഉള്ളൂ. അപ്പോൾ 8ഉം 4ഉം ആയിട്ട് മാറുകയാണ്. 12 അക്ഷരമേ ഉള്ളൂ. 12 അക്ഷരത്തിന് അപ്പോൾ കൊട്ടുന്നത് ഇത് തന്നെയാണ്. ഒരു ചെമ്പടവട്ടവും ബാക്കിയുള്ള 4 അക്ഷരത്തെ മറച്ച് കൊട്ടിക്കൊണ്ട് ആ താളത്തിന് അനുസൃതമായി കേൾക്കുന്ന സുഖത്തിലാണുള്ള കൊട്ടാണ്. അര ചെമ്പടവട്ടത്തിൽ 2 പ്രാവശ്യം മറച്ചടിച്ച് കൊട്ടേണ്ടി വരും. അപ്പോൾ അതിലൊരു കേൾവിക്ക് മൂന്നാം കാലത്തിൽ കേൾക്കുന്നതിനേക്കാൾ വ്യത്യാസം വരും. അഞ്ചാം കാലത്തിലാവുമ്പോൾ വീണ്ടും അർദ്ധീകരിച്ച് വരുമ്പോൾ 6 അക്ഷരകാലത്തിലേക്ക് മേളം ചുരുങ്ങാണ്. എല്ലാം 6 അക്ഷരകാലത്തിൽ 5 തുറന്ന കൊട്ടുകളും 6ാമത്തെ വീശുമായിട്ടാണ് അഞ്ചാം കാലം താളം പിടിക്കുക. ഇതിൽ കൊട്ടുന്നത് ചെമ്പടവട്ടം ഇവിടെ സ്യൂട്ടല്ല. 8 അക്ഷരം ഇല്ല, 6 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ 6 അക്ഷരത്തിലുള്ള പഞ്ചാരി താളത്തിൻ്റെ യഥാർത്ഥ രൂപം വന്നത് അഞ്ചാം കാലത്തിലാണ്. ഇവിടെ അത് കൊട്ടുന്നത് മുക്കാ ചെമ്പടവട്ടം ആയിട്ടേ കൊട്ടാൻ പറ്റുള്ളൂ. ആ മുക്കാ ചെമ്പടവട്ടത്തെ പഞ്ചാരിയിലെ അഞ്ചാം കാലത്തിൽ മറ്റ് കാലങ്ങളിൽ കൊട്ടുന്നതിനും വ്യത്യസ്തമായിട്ട് രീതിയിലാണ് കൊട്ടുന്നത്. അത് കേൾക്കാൻ സുഖമുള്ളതാണ്. കുഴമറിഞ്ഞ ഘട്ടം വരുമ്പോൾ വളരെ എളുപ്പമായി മാറുകയാണ് അഞ്ചാം കാലം. തക്കിട്ട മാത്രം മറച്ച് കൊട്ടിയാൽ, വെറുതെ തക്കിട്ട സാധകം ചെയ്യണ പോലെ കൊട്ടിയാൽ താളവും പിടിച്ചാൽ മേളമായി പൊരുത്തപ്പെടും. അത്രയ്ക്ക് ലളിതമായിട്ടാണ് അഞ്ചാം കാലം. അതുകൊണ്ട് തന്നെ പഞ്ചാരി മേളത്തിൻ്റെ അഞ്ചാം കാലം ആസ്വാദകരെ കൂടുതൽ ആസ്വദിക്കുന്നത്. ഇതാണ് പഞ്ചാരിയുടെ ഘടന. ഇതേ ഘടനയിൽ ചെമ്പയ താളത്തിൽ ചെമ്പയും, അഞ്ചടന്ത താളത്തിൽ അഞ്ചടന്തയും, ചെമ്പട താളത്തിൽ ചെമ്പടയും, അടന്ത താളത്തിൽ അടന്തയും, ധ്രുവ താളത്തിൽ ധ്രുവമേളം. നിയമം മുഴുവൻ പഞ്ചാരിയുടെ അവലംബം. എല്ലാം ചെമ്പടവട്ടങ്ങളെ ബേസ് ചെയ്യുന്നുണ്ട്. ചെമ്പട മേളങ്ങൾ എന്ന് പറഞ്ഞ് ഈ മേളങ്ങൾ അവതരിപ്പിക്കും. പാണ്ഡ്യമേളം ഇതിൽ നിന്നും വിഭിന്നമാണ്. അത് അവതരണത്തിലും പ്രയോഗത്തിലും പഞ്ചാരിക്ക് ഒരു സാമ്യം ഇല്ലാത്ത രൂപത്തിലാണ് തുടക്കം മുതൽ അവസാനം വരെ. അവസാന ഘട്ടത്തിൽ വരുമ്പോൾ മാത്രം പഞ്ചാരിയുടെ ഒരു ഛായ വരുന്നു. മേളത്തെക്കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു രൂപതാണ്. പാണ്ഡ്യയെപ്പറ്റി വിസ്തരിക്കാൻ നിന്നാൽ അതിനൊരു എപ്പിസോഡ് വേറെ വേണ്ടി വരും. മേളം ആസ്വദിക്കുന്ന ആസ്വാദകർക്ക് ആശംസകൾ. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.